ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അമൃതചക്രമാടി. അപ്പൊ നമ്മളിന്ന് നളപതി ചാലഞ്ച് അല്ല, ടെലിപ്പതി ചാലഞ്ച്. അപ്പൊ ഗൈസ് ഇവര് രണ്ടുപേരോട് നമ്മള് ക്വസ്റ്റ്യൻസ് ചോദിക്കും. ഇപ്പൊ എനിക്ക് ഇഷ്ടമാണെങ്കിൽ ഇഷ്ടമുള്ള കളർ ഏതാണുള്ളത് അത് നമ്മൾ ഇവിടെ കാണാൻ പാടില്ല. അപ്പൊ ഗൈസ് ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നത് ഞാനായിരിക്കും. അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം ചാലഞ്ച്. അധികം ലാഗ് അടിപ്പിക്കാതെ. ലാഗ്. അപ്പൊ ഗൈസ് നമ്മളിത് കുറച്ച് വെറൈറ്റി ക്വസ്റ്റ്യൻസ് ആണ്. അപ്പൊ ഞാൻ ഫസ്റ്റ് ക്വസ്റ്റ്യനെ 1 to 10 എല്ലാവർക്കും അറിയില്ലേ, അതിന്റെ ഉള്ളിലൊരു നമ്പർ രണ്ടുപേരും ആലോചിക്കുക. എന്നിട്ട് എഴുതുക. രണ്ടുപേർക്കും ഒരേ നമ്പർ വരുമോ നമുക്ക് നോക്കാം. രണ്ടുപേരും ഏതെങ്കിലും ഒരു നമ്പർ എഴുതിക്കുക. വലുതാക്കി എഴുതണേ. എഴുതി വലുതാ. ഓക്കെ, ഇനി രണ്ടുപേര് ആ നമ്പർ കാണിച്ചോ. 5 സെയിം. രണ്ടും അല്ലടാ 10ന്റെ നടുവിൽ 5 ഓക്കെ ഗൈസ്. അപ്പൊ കോയിൻസിഡൻസ്. അവൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഒരു രണ്ടുപേരും ഒരു കളർ ചിന്തിച്ചോ, മനസ്സിൽ ചിന്തിച്ചിട്ട് എഴുതിക്കോ. ആദ്യത്തെ ലെറ്റർ എങ്ങനെ നിങ്ങളുടെ ഇഷ്ടം പോലെ നിങ്ങൾ എഴുതിക്കോ. ഓക്കെ, എഴുതിക്കോ. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു കളർ എഴുതിക്കോ. ഗൗതം ഒരു കളർ എഴുതും, സമൃദ്ധ ഒരു കളർ എഴുതും. സെയിം ആവോ ഇല്ലേ നമുക്ക് നോക്കാം. ഓക്കെ, കാണിച്ചോളൂ. എഴുതി കഴിഞ്ഞെങ്കിൽ കാണിച്ചോളൂ. അയ്യോ ഗൈസ്, എന്നാലും കുഴപ്പമില്ല. ഇരിക്കട്ടെ. ഗുഡ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താകട്ടെ, ചോദിക്കട്ടെ. ഞാൻ നിങ്ങൾ രണ്ടുപേരില്ലേ ഒരു സ്പോർട്സ് ഇപ്പൊ ആലോചിക്കണം. സ്പോർട്സ് എന്ന് മനസ്സിലായില്ലേ? അതെ. എന്നിട്ട് രണ്ടുപേരും ഇപ്പൊ ഏതെങ്കിലും ഒരു സ്പോർട്സ് നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് എഴുതുക. നോക്കട്ടെ രണ്ടും യോജിച്ച് പോവോന്ന്. എഴുതിയോ? ഫുട്ബോൾ കൗതു എഴുതി. ഫുട്ബോൾ. ഓക്കെ. രണ്ടുപേരും സെയിം ആയിരിക്കും ഗൈസ്. 2 points രണ്ടുപേർക്കും. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഞാൻ ഇപ്പൊ നിങ്ങളോട് ഞാൻ ഒരു അക്ഷരം പറയും. രണ്ടുപേരും അത് വെച്ചിട്ട് ഒരു വേർഡ് ചിന്തിക്കണം. അപ്പൊ നിങ്ങക്ക് അത് രണ്ടുപേരുടെ ഒരേ വേർഡ് ആവും എനിക്ക് അറിയില്ല. കുറച്ചുകൂടി ഒരു ട്രിക്കി ആയിട്ടുള്ള ഇതാണ്, ക്വസ്റ്റ്യൻ ആണിത്. ടി ആണ് ലെറ്റർ. ടി വെച്ചിട്ട് ഏതെങ്കിലും ഒരു വേർഡ് രണ്ടുപേരും എഴുതുക. സെയിം ആവും നമുക്ക് നോക്കാം. മോസ്റ്റ് പ്രോബബ്ലി ഇത് സെയിം ആവാറില്ല കൂടുതലും. എവിടെ 10. ഓക്കെ, ടാറ്റ. സമൃദ്ധ ടാറ്റ ചിന്തിച്ചു, ഗൗതു 10 ചിന്തിച്ചു. ഓക്കെ, വെരി ഗുഡ് ടു ഗോ. അത് സെയിം ആയില്ല, വെട്ടിയില്ലേ. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഓക്കെ, സമൃദ്ധിന്റെ ഫേവറേറ്റ് സബ്ജക്ട് എന്താന്ന് ഗൗതു പറയണം. സമൃദ്ധിന്റെ ഫേവറേറ്റ് സബ്ജക്ട് സമൃദ്ധ എഴുതിക്കോ. ഫേവറേറ്റ് സബ്ജക്ട് ഗൗതു എഴുതിക്കോ. സമൃദ്ധന്റെ ഏത് ഫേവറേറ്റ് സബ്ജക്ട് ഏതാണ്? അങ്ങനെ പറഞ്ഞുവിടാ. പിന്നെ ഞാൻ വന്നേ. അയ്യോ, അങ്ങനെ എഴുതാൻ പറ്റില്ല. അതൊരു ഫോൺ കമ്പനിയുടെ പേരല്ലേ? നത്തിങ് 3A 2 ഈക്വൽ ഇറങ്ങിയെന്ന് എഴുതിയോ? രണ്ടും എഴുതിയോ? ഓക്കെ, കാണിച്ചോളൂ. ഓക്കെ, സമൃദ്ധിന്റെ PT. വെരി ഗുഡ്. ഗൗതം സയൻസ് എന്ന് എഴുതി. ഓക്കെ, എന്തായാലും അതും അങ്ങനെ ഒത്തുപോയില്ല. നോ ഫിസിക്കൽ ട്രെയിനിങ്. ഓക്കെ, ഇനി നെക്സ്റ്റ് ഒരു സ്പെസിഫിക് ആനിമൽ, ഒരു മൃഗത്തെ പറ്റി ആലോചിക്കുക. രണ്ടുപേരും മൃഗത്തിനെ പറ്റി എഴുതാൻ പറ്റുന്ന പോലെ നിങ്ങൾ എഴുതുക. ഓക്കെ, ഏതെങ്കിലും മൃഗം രണ്ടുപേരും ചിന്തിക്കുന്നുണ്ട്. രണ്ടുപേരും അനുയോജ്യമായി എഴുതുമെന്ന് നോക്കാം. എഴുതിക്കോ. ഒരു വാക്ക്, ഒരു ആനിമലിന്റെ നെയിം എഴുതിയാണ്. ഞാൻ പൈന കൊണ്ട് എസ് എഴുതിയിരുന്നു. കാണിച്ചാലും ലയൺ എഴുതി. സമ്പ്രദായം ഗൗതം എഴുതിയ ലയണോ? ഓ മാൻ, രണ്ടുപേരും ഓക്കെ ഗൈസ്, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇനിയിപ്പോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഒരു വെറൈറ്റി ക്വസ്റ്റ്യൻ എനിക്ക് തോന്നുന്നു. സമൃദ്ധ
സമൃദ്ധ ലാസ്റ്റ് തുടക്കം തൊട്ട് ഒടുക്കം വരെ ഫുൾ കണ്ടു തീർത്ത ഒരു മൂവി അത് എഴുതുക. അതേ സംഭവം തന്നെ ഗൗതം ഗസ് ചെയ്യണം. ഗസ് ചെയ്യാൻ നല്ല പാടായിരിക്കും. ചെയ്തോക്ക്. അതെ അതെ എനിക്ക് തോന്നി അത്. കാരണം ലാസ്റ്റ് ഫുൾ ആയിട്ട് ഓക്കെ ഗൗതം പിന്നീട് വിവരിച്ചാ മതി. ഇവർക്ക് മൂവീസിന്റെ പേര് കാര്യങ്ങളൊക്കെ ഇങ്ങനെ എഴുതാൻ കുറച്ച് ഇതുണ്ടായിട്ടാണ്, ഡൗട്ട് ഉണ്ടായിട്ടാണ്. ഓക്കെ രണ്ടുപേരും കാണിച്ചോളൂ. സമൃദ്ധ അയൺമാൻ എക്സെട്ര 1, 2 and 3. യെസ്. ഓ യാ സമൃദ്ധ മൊത്തം കണ്ടെടുത്തത്. ഗൗതം ആവേശം. നോ ആവേശം ഉണ്ട്. പക്ഷെ നമ്മളത് മെയ് ജൂൺ അല്ലേ, അത് നമ്മള് ഗൗതം 1 വർഷം മുന്നേ നമ്മള് കണ്ടത്. 1 വർഷം മുന്നേ. യെസ്. ഇവിടെ സാലേ ഗൗതം, നമുക്ക് അടുത്തേര് പിടിക്കാം. ഓക്കെ ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഗൗതുവിന്റെ ഫേവറേറ്റ് ഹോബി ഇങ്ങനെ റീഡിങ് ഹോബി ആവേശം. ഓക്കെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ പറയട്ടെ. ചിലപ്പോ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആയിരിക്കും. ഓക്കെ ഗൗതുവിന്റെ ഫേവറേറ്റ് ഹോബി എന്ന് വെച്ചാൽ ഹോബി എന്നാ മനസ്സിലായോ? റൈറ്റിംഗ്, റീഡിങ്, എഴുതുക, വായിക്കുക അങ്ങനെ. ഓക്കെ എഴുതിക്കുക, രണ്ടുപേരും എഴുതിക്കുക. ഗൗതുവിന്റെ ഫേവറേറ്റ് ഹോബിയാണ് എവിടെ? സൈക്കിൾ റൈഡോ? ഓക്കെ സൈക്ലിംഗ് എഴുതിയില്ലേ ഗൗതു? വെരി ഗുഡ്. ഓക്കെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ചോദിക്കട്ടെ. അവിടെ ഒരു ചെറിയ പെൺകുട്ടി ഉണ്ട്, ഓരോട് ചോദിച്ചാ മതി. ഈ ആട്ടൻ എന്താ വട്ടാണ്, 24 മണിക്കൂർ സൈക്കിളാണല്ലോ. 1 മണിക്ക് സൈക്കിൾ ഓടിക്കാണ്, 2 മണിക്ക് സൈക്കിൾ ഓടിക്കാണ്. ഫുള്ള് ട്രിപ്പാ, ഫുൾ റൈഡാ. ഹിമാലയയിലേക്കാ. അവിടെ എത്തൂലെന്നുള്ളൂ. അവിടെ എത്തൂല, പക്ഷെ നേരെ പോവാണെങ്കിൽ അവിടെ എത്തുട്ടോ. നമ്മള് വളഞ്ഞളിക്കുന്നതിന് നേരെ പോവാണെങ്കിൽ ഏതെങ്കിലും കാട്ടുണ്ട്. ഓക്കെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ചോദിക്കട്ടെ. അപ്പൊ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ സെയിം പോലെ തന്നെ ഗൗതു ലാസ്റ്റ് കണ്ട സിനിമ അത് സമൃദ്ധമായിട്ട് എഴുതണം. ഓക്കെ ഗൗതു ലാസ്റ്റ് കണ്ട സിനിമ എഴുതണം. ഓക്കെ ഓക്കെ എഴുതി വേഗം കാണിച്ചോളൂ, വേഗം കാണിച്ചോളൂ. ഇവിടെ കുറച്ച് കുറച്ച് സമൃദ്ധമൊക്കെ. എന്താ TR എന്താ? ട്രെയിൻ ടു ബുസാൻ. ട്രെയിൻ ടു ബുസാൻ ഗൗതു ഫുൾ കണ്ടു. എത്ര വട്ടാണ്? അല്ല അങ്ങനല്ല, ഫുൾ കണ്ട സിനിമ ലാസ്റ്റ് അതല്ലേ? ഓക്കെ ഓക്കെ സമൃദ്ധ ക്ലൈമാക്സ് ഒക്കെ പറഞ്ഞത്. യെസ് എനിക്ക് മനസ്സിലായി. ഞാൻ വിചാരിച്ചു അതിന് ശേഷം വേറെ ഏതെങ്കിലും സിനിമ നമ്മൾ ഫുൾ കണ്ടോന്ന് വിചാരിച്ചു. സോറി. ഓക്കെ ദാറ്റ്സ് ഓക്കെ. ഓക്കെ ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. 10ാമത്തെ. യെസ് 10ാമത്തെ ആയോ? ഓക്കെ നമ്മുടെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. ഇനി ഗൈസ് നെക്സ്റ്റ് ടെലിപ്പതി ചാലഞ്ചിൽ നമ്മൾ കുറെ എന്താ പറയാ അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള കുറെ നല്ല ക്വസ്റ്റ്യൻസ് നമ്മൾ ചോദിക്കും. ഇപ്പം കുറച്ച് ക്വസ്റ്റ്യൻസിന് ഷോർട്ടേജ് ഉള്ളതാണ്. അപ്പൊ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, സമൃദ്ധിന്റെ ഫേവറേറ്റ് ഹോബി. സമൃദ്ധിന്റെ ഫേവറേറ്റ് ഹോബി എന്താ? കറക്റ്റ് ആയി ഗസ് ചെയ്യട്ടെ ഗൈസ്. ഇത് അത്ര വെറൈറ്റി വന്നില്ല, അത് ക്വസ്റ്റ്യൻസിന് ഷോർട്ടേജ് കൊണ്ടാണ് ഒന്നാമത്. എഴുതി കഴിഞ്ഞാ രണ്ടു എഴുതി കഴിഞ്ഞാ കാണിച്ചോളൂ. ഓക്കെ സമൃദ്ധ എഴുതിയ സൈക്കിൾ റൈഡ് എന്നാ, ഗൗതം എഴുതിയ ഫുട്ബോള്. യെസ് അത് രണ്ടും സമൃദ്ധിന് ഇഷ്ടല്ലേ? പിന്നെ എന്തായാലും സൈക്കിൾ റൈഡും സമൃദ്ധിന് ഇഷ്ടാ അല്ലേ? ഓക്കെ ഈ വീഡിയോ ഇഷ്ടപ്പെടുന്ന വിചാരിക്കുന്നു. ഇഷ്ടപ്പെടുന്നെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ.